വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ആലുവയിലാണ്, വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് നെന്മാറയിൽ ഒരു പെട്രോൾ ബീറ്റ് LT. അപ്പോൾ പ്രൈസ് പറയാം, അവർ പറയുന്ന പ്രൈസ് 1,75,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഗൾഫിലുള്ള ഒരു നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് വണ്ടി പർച്ചേസ് ചെയ്യാനായിട്ട്, വാല്യുവേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് വൺ സൈഡ് ഇപ്പോൾ ലൊക്കേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 120 to 140 കിലോമീറ്റർ അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പോയി വണ്ടി നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ലോക്ക്ഡൗണിലൊക്കെ കുറേ നേരം വീട്ടിലിരുന്നിട്ടേ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അടിപൊളിയാട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസകരമായ യാത്രയാണ്. നല്ല മഴയുണ്ട്, ഫുൾ മഴയാവും. അവിടെ നിന്ന് തുടങ്ങി തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ മുതൽ ഫുള്ള് മഴയായിരുന്നു. ഇപ്പോൾ ഉൾ റോഡിലേക്ക് കയറി. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് വിളിക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നെന്മാറ എത്തി. നെന്മാറയിൽ ആളെ വിളിച്ചിട്ട് വണ്ടി നോക്കാൻ വന്നിട്ട് ഇത്രയും ദൂരത്ത് നിന്ന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഡിസ്റ്റൻസ് വന്നപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഏകദേശം ഹാഫ് ആൻ അവർ ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിട്ട് നമ്മൾ നെല്ലിയാമ്പതി റൂട്ടിൽ കയറി. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ നമ്മളിപ്പോൾ ഈ നെന്മാറ വേലയൊക്കെ നടക്കുന്ന ഭാഗമുണ്ടത്. ഇപ്പോൾ ഞങ്ങൾ നെന്മാറ വേല നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഉൾവഴി, ഈ വരുന്ന വഴി കൂടെ വന്നിട്ട് ഞങ്ങൾ നെന്മാറ വേല കാണാൻ വേണ്ടിയിട്ട് എത്ര തിരക്കുള്ള സമയത്ത് ഞങ്ങൾ 2 വീലറിൽ വന്ന് രാത്രിയൊക്കെ ഇരുന്ന് വെടിക്കെട്ടൊക്കെ കണ്ട് ആസ്വദിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഷെവർലെ ബീറ്റാണ് വണ്ടി, ബീറ്റ് പെട്രോളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണെന്നുള്ളതൊരു ഫീൽ ചെയ്തതുകൊണ്ടാണ് പിന്നെയും നമുക്കൊരു എന്തായാലും നഷ്ടമല്ല. മോശമാണ്. UP സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. ഓരോ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ കൂടെ ആണോ? സാറേ അത് ഒരു മഞ്ഞ കളർ പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയല്ലേ? ഓക്കെ ഓക്കെ. വീണ്ടും റിവേഴ്സ് എടുത്തു. മുട്ടിയില്ല. മുട്ടിയാ പോയി കാശി. പിന്നെ വന്നതും വേസ്റ്റ് ആയി, എല്ലാം വേസ്റ്റ് ആയി. ചേട്ടൻ്റെ തോട്ടത്തിലേക്കുള്ള വഴി ഏതാ? ലെഫ്റ്റിലേക്കല്ലേ? ഓക്കെ. ഈ വഴിയല്ലേ ഏട്ടാ? ഈ കാണുന്ന ലെഫ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എത്താറായി. തോട്ടത്തിലേക്കുള്ള വഴി. യെസ്. നീ ഇവിടുന്ന് പോണോ ഉള്ളിലേക്ക്? ദൈവമേ, നീ വഴിയില്ലല്ലോ. എന്നാലും എൻ്റെ സബ്സ്ക്രൈബർ അളിയാ, നീ എവിടെ നിന്നാണ് ഈ വണ്ടി കണ്ടുപിടിച്ചത്? ഈ OLX-ൽ തോട്ടത്തിലേക്ക് വഴിയതാ. ചേട്ടനോട് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ആ നിൽക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നല്ലേ? അതെ ആണ്, ഇപ്പോഴും ആണ്. ഓക്കെ. ഞാനിവിടെ കൊണ്ടുവന്ന ഫൈനാൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് പുള്ളി കൊടുക്കാനായിട്ട് വന്നതാണ്. എഞ്ചിൻ നല്ല എഞ്ചിനൊന്നും കുഴപ്പമില്ല. അതെ, നല്ല സ്മൂത്ത്, വളരെ സ്മൂത്താണ്. Never make promises, 'cause I don't keep them. I never make promises, 'cause I don't keep them. 'Cause I don't keep them. ക്രോസ് വണ്ടി നമ്മൾ ഓൾമോസ്റ്റ് കണ്ടു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ട്. വണ്ടി മിക്കവാറും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വണ്ടി ഫുള്ളും ബ്ലറാക്കിയിട്ടേ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് അറിയോ, ഈ വണ്ടി
ഏതാണെന്ന് വണ്ടിയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. എന്നപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം നോക്കി. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന കേട്ടോ. ഇതൊരു ക്വാറി ആയിരുന്നു, പഴയൊരു ക്വാറി ആയിരുന്നു. പക്ഷെ ഇവിടെ നല്ല വ്യൂവും പിന്നെ ഈ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നിട്ട് ഞാൻ പണ്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ അന്ന് വരുമ്പോഴും ഇന്നും, കാരണം ഈ സ്ഥലത്ത് ഞാൻ വരാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ആൾക്ക് സ്വിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ സ്വിഫ്റ്റായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അയാളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് VRD കാർ വേൾഡിൻ്റെ സ്റ്റാഫുകൾ ഇവിടുത്തെ പഴയ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അയാൾ പുതിയ സ്വിഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 3-4 വർഷം മുമ്പായിരിക്കും ഞാൻ ഇവിടെ വന്നത്. അന്ന് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും ദൂരം വന്നതല്ലേ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളാരങ്കല്ല് പോലത്തെ കല്ലാണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി കണ്ടിട്ട് പോകാം എന്നുള്ളത്. കാരണം ഈ പുല്ലൊക്കെ ഇപ്പോൾ മുളച്ചാട്ടോ. അന്നെടുത്ത ഫോട്ടോസ് എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം. ശരിക്കും ഭയങ്കര രസകരമായിട്ടുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയുള്ളൊരു ശരിക്കും ഇതിൻ്റെ ഏറ്റവും ടിപ്പിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് പൊട്ടിപ്പോയോ ഇല്ല. അതിൻ്റെ തുമ്പത്ത് കയറി നിന്നിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ഇങ്ങനെ ഇത്രയും അടുത്ത് നിൽക്കണ രസമുണ്ട്. അപ്പം ഇതാണ് സ്ഥലം. ഇത് എനിക്ക് ഇത്രയും ദൂരം അടുത്ത് വന്നല്ലേ. എനിക്ക് കാണുന്നുണ്ടല്ലേ നെല്ലിയാമ്പതിയുടെ താഴ്വാരം, അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാം. കാരണം നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ ആ ഒരു മലകൾ ഇങ്ങനെ കയറി ഞാൻ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിയാണ് സ്ഥലം കാണാനായിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എല്ലാവരും കാറും മാത്രം കണ്ട് നമ്മുടെ വീഡിയോസിൽ കാറുകൾ മാത്രം കണ്ട് ബോറടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ റിച്ച് നമ്മുടെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കൊടുക്കണം. ഇത് അവിടെ കിടന്ന് കരയാനുണ്ടല്ലേ, ആ സൗണ്ടാണ് മയിൽ കേട്ടോ. പീക്കോക്ക് അവിടെ പീലി വിടർത്തിയിട്ടുണ്ട്. ദേ പീക്കോക്ക് പീലി വിടർത്തി എന്നെ കണ്ടപ്പോൾ കൂടി പോണി. സൂം ചെയ്യാം. ഇതാണ്ടേ വാടി മയിലേ പീക്കോക്ക്. നിൽക്കുന്നില്ലേ എന്നെ കാണാൻ ഓടിപ്പോയി. ഞാനല്ലേ ഇവിടെ കോഴി കിടക്കണോ അല്ല പറമ്പിൽ കിടക്കണ്ടാവുന്നു. ഒരു പീലി പോലും കൊഴിച്ചിട്ടില്ലല്ലോ. അതൊരു സങ്കടം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വാല്യുവേഷൻ വണ്ടി നോക്കാൻ വന്നു. അപ്പോൾ കുറേ ഭാഗങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ശരിക്കും വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ആ വണ്ടി എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഞാൻ നോക്കി എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫൈൻഡിങ്സ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടി വളരെ മോശം. ഞാൻ സെയിൽ ചെയ്യുന്ന വണ്ടികളെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഭയങ്കര മോശം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒട്ടും ഒരു പെർഫെക്ഷൻ ഇല്ല. ഒരുപാട് ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് അപ്പർ ക്രോസ് ബമ്പറിൽ റീപെയിൻ്റ് ഉണ്ട്. ഫെഡറിൻ്റെ ഭാഗം പേസ്റ്റ് വെച്ചേക്കുവാണ്. പിന്നെ ആപ്രോണിൻ്റെ ഭാഗത്ത് റസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ കുഴപ്പമില്ല. AC വർക്കിംഗ് അല്ല. AC കൂളിംഗ് പോലെ ഡാമേജ് ഉണ്ട്. AC കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി പിന്നെ ബോഡി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റീപെയിൻ്റ് ഉണ്ട്. വണ്ടി കാണാൻ പോളിഷൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തിയാവും. പക്ഷേ അവർ പറയുന്ന കോസ്റ്റിന് വണ്ടി കുറച്ച് പ്രൈസ് കൂടുതലാണ്. മൈൽ പിന്നെയും കരയുന്നുണ്ട്. മൈൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, അത് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ വിട്ട ആളോട് വിളിച്ച് പറഞ്ഞു. കാരണം എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ട് എത്ര ദൂരം വിട്ടത് അത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആൾ ഈ ഡിസിഷൻ എടുത്തിട്ട് അവർ നമ്മൾ സംസാരിക്കട്ടെ എന്നുള്ള പ്ലാനിൽ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഈ വാല്യുവേഷൻ വീഡിയോ വണ്ടിയുടെ ഒരു ക്വാളിറ്റിയിലുള്ള കുറവുകൾ കൊണ്ടും വണ്ടി എത്ര നന്നാകാത്തതുകൊണ്ടും കുറച്ച് നിങ്ങളൊക്കെ കാണിച്ചു തരണം. നമ്മൾ എന്തൊക്കെ രീതിയിലാണ് വണ്ടി വാല്യുവേഷൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരണം എന്ന് വിചാരിക്കുന്നത് പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റിയില്ല. കാരണം ആ വണ്ടി OLX ഇപ്പോഴും OLXലല്ല, അത് ഏത് ചാനലിലാണോ അത് സെയിൽ ചെയ്യാണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. വേറൊരാൾ കാണുമ്പോൾ നമ്മൾ കാരണം കൊണ്ട് ആ വണ്ടി സെയിലായി പോകാണ്ടിരുന്നാൽ പിന്നെ അത് ലീഗലി അവർക്കൊരു ഇഷ്യൂ നമ്മളായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ വണ്ടിയുടെ വീഡിയോസ് നമ്മൾ അധികം ആഡ് ചെയ്യുന്നതെല്ലാം ബ്ലറായിരിക്കും. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് ഇയാളുടെ പേര് വഴി ചോദിച്ചപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി, നിങ്ങൾ ഗൾഫിലുള്ള ആണെങ്കിലോ നിങ്ങൾ ഏത് കൺട്രിയിലുള്ള ആളാണെങ്കിലും, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും, നിങ്ങൾക്ക് എവിടെ നിങ്ങൾ വണ്ടി ഫൈൻഡ് ചെയ്താലും ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ആ വണ്ടിയുടെ ഏത് സ്ഥലത്താണുള്ളത്, വണ്ടിയുടെ ഇൻഫർമേഷൻ, വണ്ടീനെ കുറിച്ച് ഇൻഫർമേഷൻ നമുക്ക് തരാണെങ്കിൽ നമ്മൾ പോയി വാല്യുവേഷൻ ചെയ്ത് ആ വണ്ടിയുടെ എക്സാക്റ്റ് പ്രൈസ്, വണ്ടിയുടെ എക്സാക്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്ക് തമ്മിൽ ക്യാഷ് ഡീലിങ്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് ഡെലിവറി വരെ കൊണ്ടുതരും.
അപ്പോൾ നമുക്ക് അതിന് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പക്ഷേ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യം വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും വിത്ത് ഫോട്ടോസ് വീഡിയോസ് അടക്കം. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ. 'Cause I don't